നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ തെറ്റായ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകും. പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ നഷ്ടങ്ങൾ സംഭവിക്കാറ്. ഒരുപാട് പേർക്ക് അവരുടെ സേവിങ്സിന്റെ വലിയ ഭാഗം നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള മോശം ഇൻവെസ്റ്റ്മെന്റുകളിലൂടെയാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. അടുത്ത ഒരു 5 മിനിറ്റിനുള്ളിൽ നല്ല റിസ്ക് ഉള്ള നമ്മുടെ പൈസ കളയാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകളെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് ഒഴിവാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കണക്കുകളോ വലിയ ഫിനാൻഷ്യൽ നോളജോ ഒന്നും ആവശ്യമില്ല. 5 സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ സേഫ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒഴിവാക്കേണ്ട സ്റ്റോക്കുകളെ കണ്ടെത്തുക, ഒഴിവാക്കുക. ബാക്കിയുള്ളവയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് മോശം സ്റ്റോക്കുകളെ കണ്ടെത്തി ഒഴിവാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു റെഡ് ഫ്ലാഗ് നമുക്ക് കണ്ടെത്താം. കടത്തിൽ മുങ്ങിയ കമ്പനികളെ ഒഴിവാക്കുക. ഒരു കമ്പനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ കടം അഥവാ ഡെപ്റ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പനി അതിന്റെ ഓപ്പറേറ്റേഴ്സിന്റെ സ്വന്തം ഫണ്ടിനെയാണോ അതോ കടം വാങ്ങിയ പൈസയാണോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു കണക്കുണ്ട്. ഇതിനെയാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിൾ ആണ്. അതായത് കമ്പനിയുടെ മൊത്തം കടത്തിനെ ഷെയർ ഹോൾഡറുകളുടെ മൊത്തം ഫണ്ട് അതായത് ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ഈ റേഷ്യോ. ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം കമ്പനി സ്വന്തം ഫണ്ടിനേക്കാൾ കൂടുതൽ കടം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഇതൊരു റിസ്ക് ആണ് എന്നർത്ഥമില്ല. കാരണം ഓരോ ഇൻഡസ്ട്രിക്കും അതിന്റേതായിട്ടുള്ള രീതികളുണ്ട്. എന്നാലും ഒരു ജനറൽ റൂൾ ആയിട്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.5 കൂടുതലാണെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആയിട്ട് നമ്മൾ എടുക്കണം. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉയർന്ന കടമുള്ള കമ്പനികൾക്ക് അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ തന്നെ പോകും. ഇത് കമ്പനിയുടെ ഗ്രോത്തിനും ഡിവിഡൻഡ് കൊടുക്കുന്നതിനും പുതിയ പ്രോജക്ടുകൾ തുടങ്ങുന്നതിനും ഒക്കെ ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കും. മാർക്കറ്റിൽ ചെറിയ പ്രശ്നം വന്നാൽ പോലും ഇത്തരം കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് സ്റ്റോക്ക് പ്രൈസ് വലിയ രീതിയിൽ താഴെ പോകാൻ കാരണമായിരിക്കും. അപ്പോൾ ഒരു സ്റ്റോക്കിൽ പണം മുടക്കും മുമ്പ് ഫിനാൻഷ്യൽ ന്യൂസ് വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ സ്ക്രീനർ പോലെയുള്ള ആപ്പുകളിലോ അതിന്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എത്രയാണ് എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഉയർന്ന കടമുള്ള കമ്പനികളിൽ നിന്ന് ഒരു പടി മാറി നിൽക്കുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആക്കാൻ. ഇനി രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? പ്രൊമോട്ടേഴ്സിന് വിശ്വാസമില്ലാത്ത സ്റ്റോക്കുകളെ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്യാം. അതാണ് അടുത്ത വഴി. ലോ പ്രൊമോട്ടർ ഹോൾഡിംഗ്. ഒരു കമ്പനി തുടങ്ങിയതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പ്രൊമോട്ടേഴ്സ് ആണ്. അവർക്കായിരിക്കും ആ കമ്പനിയെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, കമ്പനിയുടെ ഓണേഴ്സ് തന്നെ അവരുടെ കമ്പനിയിൽ വിശ്വാസമില്ലാതെ വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇവിടെയാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ്സിന്റെ പ്രാധാന്യം വരുന്നത്. ഒരു കമ്പനിയുടെ മൊത്തം സ്റ്റോക്കുകളിൽ എത്ര ശതമാനം അതിന്റെ ഓണേഴ്സിന്റെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ട് എന്നുള്ള കണക്ക് മനസ്സിലാക്കണം. പ്രൊമോട്ടർ ഹോൾഡിംഗ് തീരെ കുറവാണെങ്കിൽ, ഉദാഹരണത്തിന് 30% താഴെയാണെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആയിട്ടാണ് പലരും കാണുന്നത്. ചിലപ്പോൾ കമ്പനിയുടെ ഭാവിയെ പറ്റി അവർക്ക് അത്ര നല്ല പ്രതീക്ഷ കാണില്ല, അല്ലെങ്കിൽ അവർ പതിയെ ആ സ്റ്റോക്കുകൾ വിറ്റ് ഒഴിയുന്നതായി. ഒരു വശത്ത് കമ്പനിക്ക് 50% കൂടുതൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അത് സാധാരണയായിട്ട് ഒരു നല്ല സൈനായിട്ടാണ് കണക്കാക്കുന്നത്. കമ്പനിയുടെ ഗ്രോത്തിൽ ഓണേഴ്സിന് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ ശ്രമിക്കും എന്ന് കൂടി മനസ്സിലാക്കാം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റോക്കുകൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ, അതായത് പണയം വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഉയർന്ന അളവിൽ സ്റ്റോക്കുകൾ പണയത്തിലാണെങ്കിൽ അത് അവരുടെ ഫിനാൻഷ്യൽ പ്രഷറിനെ ആയിരിക്കും കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കയറാൻ പോകുന്ന കപ്പലിന്റെ ക്യാപ്റ്റന് തന്നെ ആ കപ്പലിൽ വിശ്വാസമുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഈ വിവരങ്ങളും സ്റ്റോക്ക് അനാലിസിസുകളും വെബ്സൈറ്റുകളിൽ എളുപ്പത്തിൽ കിട്ടും. അപ്പൊ അതുകൂടി ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് തിരിയുക. അപ്പോൾ ഇനി മൂന്നാമത്തെ റെഡ് ഫ്ലാഗ് എന്താണ്? വളർച്ചയില്ലാത്ത, പ്രോഫിറ്റ് ഇല്ലാത്ത ബിസിനസ്സുകൾ കണ്ടെത്തുകയാണെങ്കിൽ അവയെ ഒഴിവാക്കുക. ഒരു ബിസിനസ്സിൽ പണം മുടക്കുന്നത് അത് ഗ്രോ ചെയ്യുമെന്നും ഭാവിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമെന്നും ഒക്കെ പ്രതീക്ഷയാണല്ലോ. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരേ നിൽപ്പ് നിൽക്കുന്ന അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ആ ഒരു അപകട സൂചന കമ്പനിയുടെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയുമാണ്. കമ്പനിയുടെ കഴിഞ്ഞ 3 മുതൽ 5 വർഷത്തെ പെർഫോമൻസ് എടുത്തു നോക്കണം. അവരുടെ സെയിൽസ് എല്ലാ വർഷവും കൂടുന്നുണ്ടോ അതോ കുറയുകയാണോ? വർഷങ്ങളായിട്ട് കാര്യമായ വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ വരുമാനം ഇടിയുന്ന ഒരു കമ്പനി ഒരു മികച്ച നിക്ഷേപ ഓപ്ഷൻ ആകാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും വളരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ റവന്യൂ മാത്രം നോക്കിയാൽ പോരാ, കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നതിലാണ് അതിലും പ്രധാനമുള്ളത്. ചിലപ്പോൾ കമ്പനിക്ക് നല്ല സെയിൽസ് ഉണ്ടാവും, പക്ഷെ കണക്ക് നോക്കുമ്പോൾ വലിയ ലോസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു കമ്പനിയുടെ ലാഭം തുടർച്ചയായിട്ട് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ലോസ് ആണ് കാണിക്കുന്നെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. കൂടാതെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വെറുതെ പേപ്പറിൽ പ്രോഫിറ്റ് കാണിച്ചാൽ പോരാ, അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് കയ്യിൽ പണമുണ്ടോ എന്നുകൂടി മനസ്സിലാക്കിയിരിക്കണം. സ്ഥിരമായിട്ട് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്തും ഹെൽത്തി പ്രോഫിറ്റും പോസിറ്റീവ് ക്യാഷ് ഫ്ലോയും ഇല്ലാത്ത കമ്പനികളെ ശ്രദ്ധയോടെ മാത്രം ഡീൽ ചെയ്യുക.
അപ്പൊ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ടാണ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് നാലാമത്തെ ആ റെഡ് ഫ്ലാഗ് എന്താണ് എന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് മൈൻഡ് ചെയ്യാത്ത സ്റ്റോക്കുകളെ ഒഴിവാക്കുക. നെഗറ്റീവ് ട്രെൻഡ്, ലോ വോളിയം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽസിനെ കുറിച്ചാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് ആ സ്റ്റോക്കിനെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. കമ്പനി ഫണ്ടമെന്റലി മോശമല്ലായിരിക്കാം, പക്ഷെ മാർക്കറ്റിൽ വലിയ ഇൻവെസ്റ്റേഴ്സിന് അതിനെ മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, വലിയ ഇൻവെസ്റ്റേഴ്സ് വരില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്: സ്റ്റോക്കിന്റെ പ്രൈസ് ട്രെൻഡും അതിന്റെ ട്രേഡിംഗ് വോളിയം. ഒന്നാമതായിട്ട് ട്രെൻഡ്. ഒരു സ്റ്റോക്കിന്റെ വില തുടർച്ചയായിട്ട് താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയും. തിരിച്ചറിയാൻ പലരും ഉപയോഗിക്കുന്ന ഒരു വളരെ നല്ല ഇൻഡിക്കേറ്റർ 200 ഡേ മൂവിംഗ് ആവറേജ് ആണ്. സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ പ്രൈസ് അതിന് 200 ദിവസത്തെ ആവറേജ് പ്രൈസിനേക്കാൾ താഴെയാണെങ്കിൽ അത് പലപ്പോഴും ഒരു ലോങ് ടൈം വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഒഴുക്കിനെതിരെ നീന്തുന്നത് എത്ര പാടാണോ അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പ്രൈസ് ഇനിയും താഴേക്ക് പോകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വോളിയമാണ്. അതായത് ഒരു ദിവസം എത്ര സ്റ്റോക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു എന്നതിന്റെ കണക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കുറഞ്ഞ വോളിയമുള്ള സ്റ്റോക്കുകളിൽ ലിക്വിഡിറ്റി റിസ്ക് കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വിറ്റ് പൈസയാക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. നിങ്ങൾ വിൽക്കാൻ നോക്കുമ്പോൾ വാങ്ങാൻ ആളില്ലെങ്കിൽ പ്രൈസ് പെട്ടെന്ന് ഇടിയാൻ ചാൻസ് ഉണ്ട്. ഇതിനർത്ഥം കുറഞ്ഞ വോളിയമുള്ള എല്ലാ സ്റ്റോക്കുകളും മോശമെന്നല്ല, പക്ഷേ ഒരു ബിഗിനർ എന്ന നിലയിൽ ഈ ഒരു റിസ്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ ആ റെഡ് ഫ്ലാഗ് എന്താണ് എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് പോകാം. ചതിക്കുഴികളും ക്വാളിറ്റി ഇല്ലാത്ത മാനേജ്മെന്റും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവോയ്ഡ് ചെയ്യണം. ക്വാളിറ്റേറ്റീവ് റെഡ് ഫ്ലാഗ്സ് ആൻഡ് ട്രാപ്സ്. കണക്കുകൾക്കപ്പുറമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ അടിപൊളിയായിട്ട് തോന്നാം, പക്ഷെ അതിന്റെ നടത്തിപ്പിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസിയിലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വലിയ ട്രാപ്പാകാം. ഏറ്റവും പ്രധാനം മാനേജ്മെന്റിന്റെ ട്രാക്ക് റെക്കോർഡാണ്. കമ്പനിയുടെ നടത്തിപ്പുകാർക്കെതിരെ ഫ്രോഡ് കേസുകളോ മറ്റ് നിയമപ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. കമ്പനിയുടെ ഓഡിറ്റേഴ്സ് അടിക്കടി രാജിവെച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ കണക്കുകളിൽ എന്തോ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ പന്തികേട് ഉണ്ട് എന്നതിന്റെ ആ ഒരു സൈനാണ്. നല്ല കമ്പനികൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സുമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കും. മറ്റൊരു അപകടം പമ്പ് ആൻഡ് ഡംപ് സ്കീമുകളാണ്. ഒരു കാരണവുമില്ലാതെ ഒരു ചെറിയ സ്റ്റോക്കിന്റെ പ്രൈസ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോവുകയും അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൈസ് കൂട്ടി നമ്മളെ പോലെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ ആവേശത്തിലെത്തിച്ച് വാങ്ങിപ്പിക്കാനുള്ള ഒരു പ്ലേ ആണ്. വലിയ പ്ലേയേഴ്സ് അവരുടെ സ്റ്റോക്കുകൾ വിറ്റ് പ്രോഫിറ്റ് എടുക്കാനുള്ള തട്ടിപ്പായിട്ട് ഇതിനെ കണക്കാക്കാം. ഫണ്ടമെന്റൽ ആയിട്ട് ഒരു കാരണവുമില്ലാതെ പ്രൈസ് കുത്തനെ കയറുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയ അത്ര ഫേമസ് അല്ലാത്ത കമ്പനികളുടെ കാര്യത്തിൽ മാറി നിൽക്കുന്നത് തന്നെയാണ് ബുദ്ധി. ടെക്നിക്കൽ അനാലിസിസിൽ RSI പോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് 70 മുകളിൽ ചിലപ്പോൾ 80 മുകളിൽ പോകുമ്പോൾ സ്റ്റോക്ക് ഓവർ ബോട്ട് ആണ് എന്ന് പറയാറുണ്ട്. ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ കണക്കുകൾ മാത്രം നോക്കാതെ അതിന്റെ മാനേജ്മെന്റ്, കോർപ്പറേറ്റീവ് ഗവർണൻസ്, മാർക്കറ്റിലുള്ള അതിന്റെ പേര്, ഇതെല്ലാം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ലോസ് വരുത്താൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനുള്ള 5 പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്ക് ഒന്നുകൂടി ഓടിച്ചു പോകാം. ഹൈ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ സാധാരണയായിട്ട് 1.5 കൂടുതലാണെങ്കിൽ ആ സ്റ്റോക്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ലോ പ്രൊമോട്ടർ ഹോൾഡിംഗ്, പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ വളരെ കുറവാണെങ്കിൽ 30% താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് ഒഴിവാക്കുക. വളർച്ചയില്ലാത്ത സ്റ്റോക്കുകൾ ഒഴിവാക്കുക. നല്ല റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റും ഇല്ലാത്ത കമ്പനികളെ സൂക്ഷിക്കുക. നാലാമതായിട്ട് മാർക്കറ്റിന്റെ അവഗണന. ലോങ് ടേം ഡൗൺ ട്രെൻഡിലും ലോ വോളിയത്തിലുമുള്ള സ്റ്റോക്കുകളിലെ റിസ്ക് മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കുക. ഏറ്റവും അവസാനമായിട്ട് മാനേജ്മെന്റ് നല്ലതല്ലാത്ത കമ്പനികളെ ഒഴിവാക്കുക. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരുപാട് ലോസിനുള്ള ചാൻസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് വലിയ സ്റ്റോക്ക് സയൻസ് ഒന്നുമല്ല, പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ചിന്താപേക്ഷിതമാണ്. ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോസ് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ ബിഗിനേഴ്സ് വരുത്തുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. എപ്പോഴും നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.